അമ്മ എന്ന വാക്ക് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പര്യായമാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനും ഇങ്ങനെയൊരു അമ്മയെ കിട്ടേണ്ടി വരല്ലേ എന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വന്നാലോ? അങ്ങനെ ഒരു അമ്മയുടെയും മകന്റെയും ജീവിതം പറയുന്ന കഥയാണ് 2020 പുറത്തിറങ്ങിയ ദി മദർ എന്ന ജാപ്പനീസ് സിനിമയുടേത്. അക്കികോ എന്നാണ് ഈ അമ്മയുടെ പേര്. മകന്റെ പേര് ഷൂഹി എന്നും. കഥ പറയാനുള്ള എളുപ്പത്തിന് നമുക്കിവരെ നിത എന്നും മനു എന്നും വിളിക്കാം. അതിസുന്ദരിയായിരുന്നു നിത. യൗവനം തുളുമ്പി നിൽക്കുന്ന മുഖം. എന്നാൽ അച്ചടക്കമില്ലാത്ത ജീവിത രീതികളും സുഖലോലുപതയോടുള്ള ആസക്തിയും അവളുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ജോലിക്ക് പോകാതെയും ചൂതാടിയുമൊക്കെ കയ്യിലുള്ള കാശ് തീരുമ്പോൾ അവൾ അമ്മയോടും സഹോദരിയോടും പണം കടം വാങ്ങും. ഇഷ്ടപ്പെട്ടയാളോടൊപ്പം ഒളിച്ചോടി വിവാഹം കഴിച്ച് ഒരു കുഞ്ഞായപ്പോൾ അയാൾ ഉപേക്ഷിച്ച മകളെ അമ്മ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അവളുടെ കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു അതിനു കാരണവും. ഒരു ടിപ്പിക്കൽ തലതെറിച്ച സന്തതി എന്നൊക്കെ നിതയെ വേണമെങ്കിൽ വിളിക്കാം. അവസാനം വീട്ടുകാരും അവൾക്ക് പണം കൊടുക്കുന്നത് നിർത്തി. അടുത്തതായി പണത്തിനു വേണ്ടി പുരുഷന്മാരെ സെഡ്യൂസ് ചെയ്യാനായും അവൾ മടിച്ചിരുന്നില്ല. കിട്ടുന്ന പണമെല്ലാം കള്ളുകുടിച്ചും ചൂതുകളിച്ചും പബ്ബിൽ പോയുമെല്ലാം തീർക്കുകയായിരുന്നു പതിവ്. ഇങ്ങനെ ഒരു അമ്മയുടെ കൂടെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു കൊച്ചുകുട്ടിയുടെ കഥ എന്താകും? അമ്മ അലഞ്ഞ് തിരിഞ്ഞ് മദ്യപിച്ച് വീട്ടിലെത്തുന്നത് വരെ വിശന്നു വരഞ്ഞ് കറണ്ടില്ലാത്ത വീട്ടിൽ തണുത്തു വിറച്ച് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കുട്ടി. അവനെ കൊണ്ട് അമ്മയുടെയും സഹോദരിയുടെയും അടുത്ത് നിന്ന് പണം ചോദിച്ചു വാങ്ങി ദൂർത്തടിച്ചിരുന്നു നിത. അവൾ മകനെ സ്കൂളിൽ അയച്ചില്ല. അവനെ ഒട്ടും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല, സ്നേഹിച്ചിരുന്നില്ല. അവൾക്ക് വേണ്ടി പണം കണ്ടെത്താനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു ആ കുഞ്ഞ്. അങ്ങനെയൊരു നാൾ അവൾ തന്റെ പുതിയ പാർട്ട്ണറെ കണ്ടെത്തി, റിയോ. അയാളെ പണിക്ക് വിട്ട് ജീവിക്കാമെന്നായിരുന്നു അവളുടെ പ്ലാൻ. അവർ രണ്ടുപേരും മറ്റൊരു നാട്ടിൽ ട്രിപ്പൊക്കെ പോയി ഒരാഴ്ചക്കാലം അടിച്ചു പൊളിക്കുമ്പോൾ മനു എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അവളുടെ ഒരു പരിചയക്കാരന് ഈ വിവരം അറിയാവുന്നത് കൊണ്ട് കുട്ടി ഒരാഴ്ച പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടി. എന്നാൽ അമ്മ തിരികെ പുതിയൊരച്ഛനെ കൊണ്ടുവരുമെന്നവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അയാളെ ഒരിക്കലും അംഗീകരിച്ചുമില്ല. റിയോ അവനെ പല രീതിയിലും ഉപദ്രവിച്ചിരുന്നുവെങ്കിലും നിത അതിനെതിരെ ഒന്നും മിണ്ടാതെ കണ്ണടച്ചു. യാത്ര കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പരിചയക്കാരനെ കുഞ്ഞിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണമുണ്ടാക്കാനായിരുന്നു നിതയും റിയോയും പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പദ്ധതി ഒരു അപകടത്തിലേക്കാണ് നയിച്ചത്. അതിന്റെ ഭാഗമായ പരിചയക്കാരന് കുത്തേൽക്കുകയും നിതയും റിയോവും മനുവിനെയും കൊണ്ട് ഒളിവിൽ പോകേണ്ടി വരികയും ചെയ്തു. പക്ഷേ ആ പരിചയക്കാരൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ കേസിന് മറ്റുമൊന്നും പോയില്ല. നിതയെ അയാൾക്ക് ഇഷ്ടമായിരുന്നു, മനുവിനെയും. പിന്നോടൊരിക്കൽ കണ്ടപ്പോൾ അയാൾ മനുവിനോട് അയാളുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു. അയാൾ അവനെ നല്ലപോലെ വളർത്താമെന്ന് ഉറപ്പും കൊടുത്തു. പക്ഷേ മനു അവന്റെ അമ്മയുടെ കൈകളിലേക്ക് തന്നെ മടങ്ങിച്ചെന്നു. നിത അങ്ങനെയായിരുന്നു. മനുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും അവനിൽ നിന്ന് അകറ്റണമെന്ന് അവളുടെ ആവശ്യമായിരുന്നു. റിയോ ഒരു നല്ലവനൊന്നുമായിരുന്നില്ല. ഇതിനിടയിൽ റിയോയുടെ കടങ്ങൾ തീർക്കാനോ മറ്റോ നിത തന്റെ ഏക സ്വത്തായ കിടപ്പാടവും കൂടി നഷ്ടപ്പെടുത്തി. വീണ്ടും ഗർഭിണിയായ നിതയെ അതിൽ താല്പര്യമില്ലാതിരുന്ന റിയോ നിസാര വഴക്കിന്റെ പേരിൽ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം അവൾ കുറച്ചുനാൾ മറ്റൊരു പുരുഷന്റെ തണലിലായിരുന്നു. ഏറെ താമസിയാതെ അവിടെ നിന്നും പുറത്താക്കപ്പെട്ട നിത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് റിയോ ആയിരുന്നു. അനുജത്തിയെ അവന് ജീവനായിരുന്നു. വർഷം 5 കഴിഞ്ഞു. ജോലിക്ക് പോകാത്ത നിതയും മക്കളും ഇപ്പോൾ തെരുവിലാണ്. അവരെ സോഷ്യൽ വർക്കേഴ്സ് ഏറ്റെടുത്ത് പുതിയൊരു താമസ സ്ഥലത്തേക്ക് മാറ്റി. കുട്ടികളെ അവർക്ക് വിട്ടുകൊടുക്കാൻ നിത ആഗ്രഹിച്ചിരുന്നില്ല. അവളത് ഒരിക്കലും ചെയ്യുകയുമില്ല. കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിയായിരുന്നില്ല, അവളുടെ നിലനിൽപ്പിന്റെ കാര്യമായിരുന്നു നിതയ്ക്ക് പ്രധാനം. അങ്ങനെയാണ് ആയ എന്ന സോഷ്യൽ വർക്കറിനെ മനു പരിചയപ്പെടുന്നത്. ആയ മനുവിന്റെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ ഏറെ സമയമെടുത്തില്ല. അവന്റെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കൊടുത്തത് ആയയായിരുന്നു. അങ്ങനെ 10-15 വയസ്സുള്ളപ്പോൾ മനു ആദ്യമായി എഴുതാനും വായിക്കാനും പഠിച്ചു. സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്തു തുടങ്ങി. പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചു. ആയ അവന് നല്ലൊരു വഴികാട്ടിയും സുഹൃത്തുമായിരുന്നു. അങ്ങനെയിരിക്കെ റിയോ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. വീണ്ടും അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റി.
കടക്കിണിയിലായിരുന്ന റിയോ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. അയാൾ കാരണം ഷെൽട്ടർ ഹോമിലും നിതയും മക്കളും സുരക്ഷിതരല്ലാതായി. കുറച്ചു മാസങ്ങൾക്കിപ്പുറം അയാൾ വീണ്ടും അവരെ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നോക്കി പോവുകയും ചെയ്തു. പക്ഷേ ഇത്തവണ മനു തോറ്റുകൊടുത്തില്ല. അവന് പഠിക്കണം എന്നുറപ്പിച്ചു പറഞ്ഞു അമ്മയോട്. അവിടം വിട്ടുവരാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ മകനെ തങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ വേണ്ടി ആ അമ്മ പറഞ്ഞത് ആയ അവനെ പുച്ഛിച്ചും തരം താഴ്ത്തി കെട്ടിയുമാണ് എപ്പോഴും സംസാരിക്കുന്നതെന്നായിരുന്നു. ആ കളവ് അവൻ്റെ മനസ്സ് തളർത്തി. അങ്ങനെ അവനും അവരോടൊപ്പം പോയി. കാലം കുറെ കഴിഞ്ഞതിനാൽ നിതയുടെ സൗന്ദര്യമൊക്കെ മങ്ങിയിരുന്നു. മുഖത്ത് ചുളിവുകൾ തെളിഞ്ഞു തുടങ്ങി, മുടിയിഴകൾ നരച്ചു തുടങ്ങി. ആ ചിന്ത അവളെ ആകെ തളർത്തിയിരുന്നൊരു കാലമായിരുന്നു അത്. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ മനു ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയി തുടങ്ങി. കിട്ടുന്ന പണമെല്ലാം ഇപ്പോഴും നിത ചൂതാട്ടത്തിൽ തന്നെയാണ് കൊണ്ടുപോയി നശിപ്പിക്കുന്നത്. പക്ഷേ മനു ഒന്നും മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. പണം തികയാതെ വന്നപ്പോൾ അവൾ മനുവിനെ മുതലാളിയുടെ കയ്യിൽ നിന്നും മോഷ്ടിക്കാൻ നിർബന്ധിച്ചു. ആ മുതലാളിയെ അവന് വലിയ ഇഷ്ടമായിരുന്നു. അയാൾക്കും അവന് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് അവനതിന് സമ്മതിച്ചില്ല. അവൻ സമ്മതിക്കാതെ വന്നപ്പോൾ അവൾ ഇളയ കുഞ്ഞിനെയും കൊണ്ട് എവിടേക്കെങ്കിലും പോകുമെന്നും പറഞ്ഞ് മനുവിനെ ഭീഷണിപ്പെടുത്തി. അവനെ ഒരു മകനായല്ല, മറിച്ചൊരു അടിമയാണ് അവൾ കണ്ടിരുന്നത്. അങ്ങനെ അവൻ മുതലാളിയുടെ കയ്യിൽ നിന്നും മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിടിക്കപ്പെട്ടുവെങ്കിലും നല്ലവനും വിഭാര്യനുമായിരുന്ന ആ മുതലാളി അവരോട് ക്ഷമിച്ചു. അയാളോട് കൂടുതൽ അടുത്തുകൊണ്ട് അയാളെ വശീകരിച്ച് അയാളുടെ പണവും കൊണ്ട് നിത കുട്ടികളെയും കൂട്ടി നാടുവിട്ടു. ആ പണം റിയോയുടെ ജീവൻ രക്ഷിക്കാനുള്ളതായിരുന്നു. അവളുടെ ജീവിതത്തിൽ പല നല്ല പുരുഷന്മാരും ജീവിത വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ കൂറു കാണിച്ചത് അവളോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതിരുന്ന റിയോയോടായിരുന്നു. അങ്ങനെ കയ്യിലെ കാശെല്ലാം തീർന്നപ്പോൾ ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ വന്ന നിത അവസാനം ആ തീരുമാനമെടുത്തു. അവളുടെ മാതാപിതാക്കളെ കൊന്ന് സ്വത്ത് തട്ടിയെടുക്കുക, അതും സ്വന്തം മകനെ കൊണ്ട്. മനു അതിന് വിസമ്മതിച്ചപ്പോൾ അവൻ്റെ അനുജത്തിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞത് അവൻ്റെ അമ്മ തന്നെയായിരുന്നു. അവരുടെ ഭീഷണിക്ക് മുന്നിൽ നിവൃത്തികേടുകൊണ്ട് സ്നേഹനിധികളായിരുന്ന മുത്തശ്ശിയെയും മുത്തശ്ശനെയും അവന് കൊല്ലേണ്ടി വന്നു. താമസിയാതെ തന്നെ അവർ പോലീസിന്റെ പിടിയിലകപ്പെട്ടു. നിത കേസിൽ നിന്നും തലയൂരാൻ എല്ലാ തെറ്റുകളും സ്വന്തം മകന്റെ തലയിൽ വെച്ചു കൊടുത്തു. മകനാകട്ടെ അമ്മയുടെ പേര് കോടതിയിൽ മിണ്ടിയത് പോലുമില്ല. സത്യം പറഞ്ഞാൽ അവന് ശിക്ഷ ഇളവ് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് പോലും. അങ്ങനെ നിതയെ കോടതി വെറുതെ വിട്ടു. ഇളയ കുഞ്ഞിനെ ഫോസ്റ്റർ ഹോമിലേക്ക് മാറ്റി. ഇനി അവർക്ക് ആ കുഞ്ഞിനെ തിരികെ ലഭിക്കുന്നത് പ്രയാസമാകും. ജയിലിൽ മനുവിനെ സന്ദർശിക്കാൻ എത്തിയ ആയയോട് അവൻ പറഞ്ഞത് പുറം ലോകത്തേക്കാൾ സുഖം ജീവിക്കാൻ ജയിൽവാസമാണെന്നാണ്. എന്തുകൊണ്ട് നീ സത്യം പറഞ്ഞില്ല എന്നവൾ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്നായിരുന്നു അവൻ്റെ മറുപടി. ഒരമ്മ തൻ്റെ മകനെ ഭിക്ഷക്കാരനെ പോലെ എല്ലാവരോടും പണത്തിനു വേണ്ടി യാചിപ്പിച്ചു. അവൻ്റെ പേരിൽ കള്ള ബാലപീഡന കേസുണ്ടാക്കി. അവൻ സ്നേഹിച്ച എല്ലാവരെയും അവനിൽ നിന്നകറ്റി. അവളുടെ അധികാര പരിധിയിൽ അവനെ ബന്ധിച്ചു. വിദ്യാഭ്യാസമോ വിശക്കുമ്പോൾ ഭക്ഷണമോ സുരക്ഷിതത്വമോ ഒന്നും നൽകിയില്ല. അവനെ കൊണ്ട് മോഷ്ടിപ്പിച്ചു. ഒടുവിൽ നിർബന്ധിപ്പിച്ച് കൊലപാതകയുമാക്കി. എല്ലാത്തിനുമൊടുവിൽ അവനെ തള്ളിപ്പറയുക കൂടി ചെയ്തു. എന്നിട്ടും ആ മകൻ അമ്മയെ വെറുക്കുന്നില്ല. ഒരു പക്ഷേ അമ്മയുടെ അവസ്ഥയിൽ അവന് സഹതാപമാണോ ഉണ്ടായിരിക്കുക? അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ഇവരെൻ്റെ അമ്മയാണെന്നുള്ള ചിന്തയാകുമോ? ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനും ഇങ്ങനൊരു അമ്മയെ കിട്ടരുതേ എന്ന് നമ്മുടെ മനസ്സ് പറയും. പക്ഷേ ഇതിലും നമ്മളെ അസ്വസ്ഥമാക്കുന്ന കാര്യം ഈ കഥ ഒരു യഥാർത്ഥ സംഭവമായിരുന്നു എന്നതാണ്. ഈ അമ്മ സമൂഹത്തിൻ്റെ മനസ്സാക്ഷി അർഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നല്ലൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.